ഗാസ യുദ്ധത്തിൽ നെതന്യാഹുവിനെ സമ്മർദ്ദത്തിലാക്കിയത് ഇസ്രായേൽ ബന്ദികളുടെ മോചനമാണ്. വർഷങ്ങൾ പിന്നിട്ടിട്ടും എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. ശക്തമായ പ്രതിഷേധമാണ് ബന്ദിമോചനം വൈകുന്നതിൽ ഇസ്രായേലിൽ ഉയരുന്നത്. ട്രംപിൻ്റെ ഗാസ സമാധാന പദ്ധതിയെ ബന്ദികളുടെ ബന്ധുക്കൾ സ്വാഗതം ചെയ്തിരുന്നു. പദ്ധതിയെ ഹമാസ് അംഗീകരിച്ചതും വലിയ ആശ്വാസ വാർത്തയായിരുന്നു. എന്നാൽ അതിനിടെ ട്രംപും നെതന്യാഹുവും അനവസരത്തിൽ നടത്തിയ ചില പരാമർശങ്ങൾ ഹമാസിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. US ഭരണകൂടം വെടിനിർത്തൽ ചർച്ചകൾ സംബന്ധിച്ച് നടത്തിയ പ്രസ്താവനകളെ ഹമാസ് ശക്തമായി അപലപിച്ചു. ഇസ്രായേൽ ഭരണകൂടത്തെ US സംരക്ഷിക്കുകയാണെന്ന് ഹമാസ് ആരോപിച്ചു. ഹമാസിന് ഒരു കരാറിൽ ഏർപ്പെടാൻ ശരിക്കും താല്പര്യമില്ലായിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത്. അവർ മരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ഞാൻ കരുതുന്നത്. അത് വളരെ മോശമാണ്. ജോലി പൂർത്തിയാക്കേണ്ട ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ഹമാസ് ചർച്ചകളിൽ നിന്ന് പിന്മാറിയെന്നാണ് ട്രംപ് ആരോപിച്ചത്. ഈ പ്രസ്താവനയാണ് ഹമാസിനെ ചൊടിപ്പിച്ചത്. ചർച്ച ചെയ്യാനുള്ള പ്രതിബദ്ധത ഹമാസ് ആവർത്തിച്ചു. മാത്രമല്ല, ഗാസയിലെ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് സമഗ്രമായൊരു കരാറിലെത്താനുള്ള ആഗ്രഹവും ഹമാസ് ആവർത്തിച്ചു. കരാറിലെത്താനുള്ള യഥാർത്ഥ തടസ്സം US അവഗണിക്കുകയാണെന്ന് ഹമാസ് ആരോപിച്ചു. നെതന്യാഹു സർക്കാർ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും കാലതാമസം വരുത്തുന്നുവെന്നും ഹമാസ് വിമർശിച്ചു. ചർച്ചകളുടെ തുടക്കം മുതൽ ഹമാസ് ഉത്തരവാദിത്തത്തോടെയും കടുംപിടുത്തമില്ലാതെയുമാണ് പ്രവർത്തിച്ചിട്ടുള്ളതെന്നും ഹമാസ് അവകാശപ്പെട്ടു. ഹമാസിനെ നിരായുധീകരിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിലൂടെയോ സൈനിക നടപടികളിലൂടെയോ ഹമാസിനെ നിരായുധീകരിക്കുമെന്ന് നെതന്യാഹു വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. ഗാസയിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായും പിന്മാറില്ലെന്നും നെതന്യാഹു സൂചന നൽകി. ഹമാസ് വളരെ കാലമായി ആവശ്യപ്പെടുന്നതാണ് ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേനയുടെ പിന്മാറ്റം. ഇസ്രായേലും ഹമാസും തമ്മിൽ തിങ്കളാഴ്ച ഈജിപ്തിൽ വെച്ച് ചർച്ചകൾക്ക് തയ്യാറെടുക്കുകയാണ്. അതിനിടയിലാണ് ട്രംപും നെതന്യാഹുവും ഹമാസിനെ പ്രകോപിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തിയത്. ഹമാസിൻ്റെ പ്രതികരണം സ്വാഗതം ചെയ്ത ട്രംപ് ഗാസയിലെ ബോംബിംഗ് ഉടൻ നിർത്തണമെന്ന് ഇസ്രായേലിനോട് നിർദ്ദേശിച്ചിരുന്നു. US സമാധാന പദ്ധതി എത്രയും വേഗം അംഗീകരിക്കണമെന്നും അല്ലെങ്കിൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഹമാസ് ചില ഉപാധികൾ അംഗീകരിച്ചത്. സമാധാന പദ്ധതി വേഗത്തിൽ നടപ്പിലാക്കണമെന്നും ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്നും ട്രംപും വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാലതാമസം പൊറുപ്പിക്കില്ലെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. നെതന്യാഹുവിൻ്റെ പരാമർശങ്ങൾ കരാറിനെ അപകടത്തിലാക്കുമെന്ന് മുതിർന്ന ഇസ്രായേൽ നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. പിന്നാലെ ബന്ദികളുടെ കുടുംബങ്ങളുമായി നെതന്യാഹു കൂടിക്കാഴ്ച നടത്തി. ട്രംപിൻ്റെ 20 പോയിന്റ് പദ്ധതിയുടെ ആദ്യ വ്യവസ്ഥ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുകയാണ്. ഈ വ്യവസ്ഥ പൂർത്തിയാക്കുന്നതുവരെ മറ്റൊരു വ്യവസ്ഥയിലേക്ക് നീങ്ങില്ല. അവരെയെല്ലാം ഇസ്രായേൽ പ്രദേശത്തേക്ക് മാറ്റുന്നതുവരെ ഞങ്ങൾ മറ്റൊരു വ്യവസ്ഥയിലേക്കും പോകില്ല എന്ന് നെതന്യാഹു ബന്ദികളുടെ ബന്ധുക്കൾക്ക് ഉറപ്പ് നൽകി. എന്നാൽ 72 മണിക്കൂറിനുള്ളിൽ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഹമാസ് ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞു. ഹമാസിന് കൂടുതൽ സമയം ആവശ്യമായി വരുമെന്ന് ഇസ്രായേലിന് സമ്മതിച്ചിട്ടുണ്ട്.